80 കുട്ടികളെ ചേർക്കേണ്ടതിലേക്ക് 126 ആപ്ലിക്കേഷനുകളാണ് അന്ന് വന്നത്. എന്ന് പറഞ്ഞാൽ 150നേക്കാൾ കുറച്ചുകൂടി അധികം, ഒരു 10-30-40 സീറ്റുകൾ. നേരത്തെ തീരുമാനിക്കപ്പെട്ടത് പോലെ തന്നെ ദാറുൽ അഡ്മിഷൻ തന്നെ റിട്ടൺ ഓറൽ ടെസ്റ്റുകൾ നടത്തി. അങ്ങനെ ആദ്യ ബാച്ചിൽ നിന്ന് തന്നെ കൂടുതൽ വന്ന കുട്ടികളെ മാറ്റി നിർത്തേണ്ടി വന്നു. ഇന്ന് അൽഹംദുലില്ലാ അപേക്ഷകന്മാരുടെ എണ്ണം കൂടി വന്ന് 4000+ ആണ് കഴിഞ്ഞ 2-3 വർഷങ്ങളിലൊക്കെ ഉണ്ടായത്. അതിലൊരു 1000+ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അത്രേ സീറ്റുള്ളൂ എന്നർത്ഥം. അങ്ങനെ ഒന്നാം ബാച്ചിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ തൻ്റെ സ്വന്തം കൈ കൊണ്ട് എഴുതിയ ഒരു 1-ാം നമ്പറുകാരൻ. അദ്ദേഹം ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് വന്നൊരു കുട്ടിയായിരുന്നു. വൈലത്തൂരിൽ നിന്ന് വന്ന ഒരു തങ്ങൾ കുട്ടിയെ ആദ്യം അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ മഹാനായ തങ്ങൾ അവറുകൾ ഉദ്ഘാടനം ചെയ്തത്. തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗം ആണ് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. തൊഹഫ 10 വേളയുണ്ട്. 10 വേളയും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല ദർസിൽ. മഹല്ലി എന്ന് പറയപ്പെടുന്ന കൻസുർ റാഗിബീൻ എന്ന 4 വാളിലുള്ള ഫിഖഹിന്റെ കിതാബ്, 4 വാളിലും എല്ലാവരും ഓതലില്ല, പഠിക്കാറില്ല. ആയിരക്കണക്കിന് ഹദീസുകളുള്ള മിഷ്കാത്തുൽ മസാബിഹും അങ്ങനെ തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ അതിൻ്റെ താല്പര്യം അനുസരിച്ച്. നമ്മളെ കാപ്പിൽ ഉമർ മുസ്ലിയാരുടെ മകൻ ഇവിടെ പഠിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇവിടുത്തെ ചില ഉസ്താദന്മാരോടും എന്നോട് തന്നെയും ഈ വിഷയകമായി സംസാരിച്ചു. ഇങ്ങനെ അവിടെ മാക്കൂലാത്തില്ല, അല്ലെങ്കിൽ മങ്കൂലാത്ത് തന്നെ മുഴുവൻ പഠിപ്പിക്കണില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കേട്ടിരുന്നു. ഞാൻ ഷറഹ് തഹ്ദീബ്, മാക്കൂലാത്തിൻ്റെ കിതാബുകളൊക്കെ ഞാൻ അവനെ കൊണ്ട് നേരിട്ട് വായിപ്പിച്ച് മറ്റ് കിതാബുകളും അങ്ങനെ ചെയ്ത് എനിക്ക് ദാറുൽ ഹുദയുടെ സിലബസിനെ സംബന്ധിച്ച് വളരെ മതിപ്പ് കൂടിയിരിക്കുകയാണ് എന്നാണ് കാപ്പൽ ഉമർ മുസ്ലിയാർ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ 1986 ജൂൺ 25-നായിരുന്നു ദാറുൽ ഹുദയുടെ തുടക്കം. പുതിയ രീതിയിൽ ഊടും പാവും നെയ്തെടുത്ത ഒരു പാഠ്യപദ്ധതിക്ക് സമൂഹത്തിൽ എന്തു പ്രതികരണമാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നത് ഒരു ആശങ്കാജനകമായ വിഷയമായിരുന്നു. കാരണം മതവിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഭൗതികമായ വിജ്ഞാന ശാഖകളോ ഭാഷകൾ പഠിപ്പിക്കുന്ന രീതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യപൂർവം ചില സ്ഥലങ്ങളിൽ ഭാഷകൾ പഠിപ്പിക്കുക എന്ന പേരിൽ ചില പ്രക്രിയകളൊക്കെ നടന്നു വന്നിരുന്നുവെങ്കിലും അത് ഒട്ടുമേ പര്യാപ്തമല്ലാത്ത, അല്ലെങ്കിൽ തീരെ അപര്യാപ്തമായ ഒരു സംവിധാനമായിരുന്നു. അന്നത്തെ രീതി അങ്ങനെയാണ് എന്ന് വെച്ചാൽ മതി, അതൊരു ആക്ഷേപാർഹമായി പറഞ്ഞതല്ല. അപ്പോൾ ദാറുൽ ഹുദ ഇങ്ങനെ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇതിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുക, എത്തിച്ചാൽ തന്നെ സമുദായവും സമൂഹവും എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എന്നൊരാശങ്ക പലർക്കും ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ട സന്ദർഭമായിരുന്നു അന്ന്. 1976-ലാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ ചെമ്മാട് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ 10 കൊല്ലത്തിനിടയിൽ പുതിയ പല കർമ്മവേദികളും സുന്നി മഹല്ല് ഫെഡറേഷൻ കണ്ടെത്തുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പിൻബലം സുന്നി മഹല്ല് ഫെഡറേഷന് സമുദായത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അനിവാര്യമായതും ഏറെ ഫലപ്രദമായതും നേരത്തെ സമുദായത്തിൽ നിലവിൽ ഇല്ലാതിരുന്നതുമായ സംരംഭങ്ങളിലാണ് ദാറുൽ ഹുദ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന ഒരു പൊതുബോധം ഈ 10 വർഷത്തിനിടയിൽ SMF-നെ കുറിച്ച് ആളുകൾക്കുണ്ടായിരുന്നു. ആ ഒരു പൊതുബോധം തന്നെയാണ് ദാറുൽ ഹുദയെ കൈകാട്ടി സ്വീകരിക്കാൻ സമുദായത്തെ സന്നദ്ധമാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പുറമെ ദാറുൽ ഹുദ തുടങ്ങുന്നതിനെക്കുറിച്ച് അഡ്മിഷനെ സംബന്ധിച്ചൊക്കെ പൊതു പരസ്യങ്ങൾ, വിളംബരങ്ങളൊക്കെ നടന്നിരുന്നു മഹല്ലുകളിൽ, SMF-ൻ്റെ യോഗങ്ങളിൽ, പിന്നെ അഡ്മിഷൻ്റെ മുമ്പായി പത്രപരസ്യം മുഖേന, ഇങ്ങനെയൊക്കെ ഈ സന്ദേശ പ്രചാരണം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 80 കുട്ടികളെ ചേർക്കേണ്ടതിലേക്ക് 126 ആപ്ലിക്കേഷനുകളാണ് അന്ന് വന്നത്. എന്ന് പറഞ്ഞാൽ 150നേക്കാൾ കുറച്ചുകൂടി അധികം, ഒരു 10-30-40 സീറ്റുകൾ. നേരത്തെ തീരുമാനിക്കപ്പെട്ടത് പോലെ തന്നെ ദാറുൽ ഹുദയുടെ അഡ്മിഷൻ തന്നെ റിട്ടൺ ഓറൽ ടെസ്റ്റുകൾ നടത്തി. എഴുത്തു പരീക്ഷയും വാചിക പരീക്ഷയും നടത്തി ഏറ്റവും മികച്ച മാർക്കുള്ള കുട്ടികളെ ചേർക്കുക എന്നതായിരുന്നു തീരുമാനിക്കപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ പ്രായത്തിൽ അവർക്കൊരു ഐക്യവും വേണം, ഏകദേശ ഐക്യം വേണം. 11.5 വയസ്സ് കവിയാത്തവരായ കുട്ടികളാകണം എന്നതായിരുന്നു തീരുമാനിക്കപ്പെട്ടിരുന്നത്. ഇന്നും അതേ തീരുമാനത്തിൽ തന്നെ ദാറുൽ ഹുദ നിലകൊള്ളുന്നു. അതായത് അന്നത്തെ പൊതു രീതി വെച്ച് നോക്കിയാൽ ഒരു 5 വയസ്സാകുമ്പോൾ കുട്ടികളെ മദ്രസകളിൽ ചേർക്കും. അപ്പോൾ 10 വയസ്സാകുമ്പോൾ കുട്ടിക്ക് മദ്രസയിൽ 5-ാം ക്ലാസ് പൂർത്തിയാക്കാനാവും. പിന്നെയും ഒരു കൊല്ലം 1.5 കൊല്ലം കൂടി അധികം വെച്ചുകൊണ്ടാണ് അതിൻ്റെ അവസാനാതിർത്തി നിശ്ചയിക്കപ്പെട്ടത്. 11.5 വയസ്സ് കവിയാത്ത കുട്ടി. മിനിമം പ്രായം എത്രയെന്ന് അന്ന് നിർണ്ണയിക്കപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ വിളംബരപ്പെടുത്തപ്പെട്ടിരുന്നില്ല. കാരണം സാധാരണഗതിയിൽ 10 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഒരു കുട്ടി 5-ാം ക്ലാസ് പൂർത്തിയാക്കുക എന്നതായിരുന്നു പൊതു സ്കെയിൽ. പിൽക്കാലത്ത് മിനിമവും നിശ്ചയിക്കേണ്ടി വന്നു. കുട്ടികൾക്ക് BA പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രായം അപര്യാപ്തമായി വരുന്ന അവസരങ്ങളുണ്ടായി. അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസരം, അതായത് ഒരേ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ പ്രായം ചുരുങ്ങിയ കുട്ടികൾക്ക്
BA പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോഴാണ് പിന്നെ മിനിമം പ്രായം, അതായത് 10 വയസ്സ് ചുരുങ്ങിയത് വേണം. അതിന് താഴെയുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. ആദ്യ ബാച്ചിൽ തന്നെ അഡ്മിഷൻ ചെയ്യപ്പെട്ടതിൽ ചില വിദ്യാർത്ഥികൾ 10 വയസ്സ് തികയാത്തവരായിരുന്നു. 9:45, 9:30, വിവിധ കാരണങ്ങളാൽ. അപ്പം അങ്ങനെ ഈ പ്രായത്തിലെ ഏകദേശ ഐക്യവും പിന്നെ റിട്ടൺ ഓറൽ പരീക്ഷ അതിലെ വ്യവസ്ഥകളും അത് വളരെ കർശനമായി ദാറുൽ ഹുദ ഈ 40 കൊല്ലവും പരിരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ഇടക്കാലത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ ശുപാർശയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു പ്രതിസന്ധി വന്നെങ്കിലും അതൊക്കെ തരണം ചെയ്തു പോയിട്ടുണ്ട്. 11.5 വയസ്സ് കവിയാതിരിക്കുക, റിട്ടൺ ഓറൽ ടെസ്റ്റുകളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുക, അവർക്കാണ് അഡ്മിഷൻ. അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞാൽ, റിട്ടൺ ഓറൽ ടെസ്റ്റ് കഴിഞ്ഞാൽ അഥവാ ഇൻ്റർവ്യൂ പരീക്ഷ കഴിഞ്ഞാൽ ആ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചിട്ട് 100 മാർക്ക് കിട്ടിയ കുട്ടിയുണ്ടെങ്കിൽ അവനെ ആദ്യം കടലാസിൽ എഴുതും, പിന്നെ 99.5, പിന്നെ 99, പിന്നെ 98.5, പിന്നെ 98, അങ്ങനെ ആദ്യ ബാച്ചിൽ നിന്ന് തന്നെ കൂടുതൽ വന്ന കുട്ടികളെ മാറ്റി നിർത്തേണ്ടി വന്നു. ഇന്ന് അൽഹംദുലില്ലാ അപ്ലിക്കൻസിൻ്റെ അപേക്ഷകന്മാരുടെ എണ്ണം കൂടി വന്ന് 4000+ ആണ് കഴിഞ്ഞ 2-3 വർഷങ്ങളിലൊക്കെ ഉണ്ടായത്. അതിലൊരു 1000+ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അത്രേ സീറ്റുള്ളൂ എന്നർത്ഥം. ഈ 1000+ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിട്ടൺ ഓറൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള, അതായത് കുട്ടികളുടെ പഠനശേഷി, ബുദ്ധിശക്തി, ഗ്രഹണശേഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൂടി കഴിയുന്ന ചോദ്യങ്ങൾ ഈ റിട്ടൺ ഓറൽ ടെസ്റ്റുകളിലുണ്ടാവും. അങ്ങനെ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെയാണ് അഡ്മിറ്റ് ചെയ്യുക. അങ്ങനെ 1ാം ബാച്ചിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ സ്വന്തം കൈ കൊണ്ട് എഴുതിയ ഒരു 1ാം നമ്പറുകാരൻ. അദ്ദേഹം ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് വന്നൊരു കുട്ടിയായിരുന്നു. വൈലത്തൂരിൽ നിന്ന് വന്ന ഒരു തങ്ങൾ കുട്ടിയെ ആദ്യം അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ മഹാനായ തങ്ങൾ അവറുകൾ ഉദ്ഘാടനം ചെയ്തത്. ഇന്നും അൽഹംദുലില്ലാ അങ്ങനെ ഈ റിട്ടൺ ഓറൽ ടെസ്റ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകി, അഡ്മിഷൻ രജിസ്റ്ററിൽ അവരെ പേര് ചേർത്ത് ആ ഒരു പട്ടിക ഇന്നും ദാറുൽ ഹുദയുടെ ഒരു വലിയ നിധിയായി സൂക്ഷിക്കപ്പെടും. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ആശങ്കകളും പ്രകടിപ്പിച്ച് വന്നുകൊണ്ടിരുന്നു. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകളും ഖുർആൻ, ഹദീസ് തുടങ്ങി ഇസ്ലാമിക വിഷയങ്ങളും കണക്ക് സയൻസ് തുടങ്ങി സെക്യുലർ വിഷയങ്ങളും സ്കൂളുകളിലും മറ്റും പഠിപ്പിക്കപ്പെടുന്ന ഭൗതിക വിഷയങ്ങളും ഒരേ സമയം നൽകി എങ്ങനെ ഈ കുട്ടികളെ പഠനം വിജയകരമായി പൂർത്തിയാക്കുക എന്ന ആശങ്ക. അങ്ങനെ ആശങ്കയുമായി വന്ന ആളുകൾ ചില അധ്യാപകന്മാരുണ്ടായിരുന്നു, സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ. അപ്പോൾ അത് ചില ആളുകൾ ഒരു പടി കൂടി കടന്നിട്ട് ഇതിങ്ങനെ ആളുകളെ കബളിപ്പിക്കുകയാണ്, ഇങ്ങനെ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നുവരെ പറഞ്ഞവരുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ കുറവാണ്. മഹാന്മാരായ നേതാക്കന്മാർ വളരെ ദൂരക്കാഴ്ചയുള്ളവരായതുകൊണ്ട് പുതിയ യുഗത്തെ അഭിമുഖീകരിക്കാൻ വേണ്ട പണ്ഡിതന് എന്ത് യോഗ്യത വേണം, ആ യോഗ്യത അവർ നിർവചിക്കുകയും അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയും അതിലധിഷ്ഠിതമായൊരു പാഠ്യപദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു സിലബസ് പെട്ടെന്ന് രൂപീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അത് ദാറുൽ ഹുദ ക്രമപ്രവർത്തമായി ആണ് വളർന്നു വന്നത്. എന്ന് ആദ്യം 1ാം ക്ലാസ്, അല്ലെങ്കിൽ 1ാം കൊല്ലം, 2ാം കൊല്ലം, 3ാം കൊല്ലം, 4ാം കൊല്ലം, അങ്ങനെയാണ് 12 കൊല്ലം കൊണ്ടാണ് ആ ചക്രം പൂർത്തിയാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യപ്പെട്ടു വന്നത്. അതങ്ങനെ ആ ഒരു മെല്ലപ്പൊക്കെ നയമാകാൻ വേറെയും കാരണമാണ്. ഇത്യാദി വിഷയങ്ങളൊക്കെ വിലയിരുത്തി അതിൻ്റെ -പ്ലസുകൾക്ക് റാങ്ക് ചെയ്ത് അതിനനുകൂലമായൊരു പാഠ്യപദ്ധതി തയ്യാറാക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള പല സ്ഥാപനങ്ങളുടെയും ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള അറബ് നാടുകളിലും അല്ലാത്ത രാജ്യങ്ങളിലുമുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളും ഇസ്ലാമിക് സിലബസുമൊക്കെ പരിശോധിച്ചുമായിരുന്നു ഇങ്ങനെ ഒരു സിലബസ് രൂപീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ അത്യാവശ്യം പരിഗണിച്ചുകൊണ്ട് ഓരോ കൊല്ലത്തിനുള്ള സിലബസായിട്ടാണ് ആദ്യം രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. ആ സിലബസിൽ തന്നെ പിന്നീട് മാറ്റം വരുത്തി എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഏതാണ് സിലബസ് ഇല്ലാതായതുകൊണ്ട് പഠനം മുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പുതിയ സിലബസിൻ്റെ അഭാവം അനുഭവപ്പെട്ടിട്ടില്ല. ഓരോ കൊല്ലവും പുതിയ കൊല്ലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിലബസുകൾക്ക് അന്തിമ രൂപം നൽകപ്പെടുന്ന സാഹചര്യമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ സിലബസ് രൂപീകൃതമായത്. ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള ഇസ്ലാമിക് സിലബസുകൾ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ രൂപീകരിക്കപ്പെടുന്നതായിരുന്നു. എന്നിട്ട് സർക്കാരുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആ പാഠ്യപദ്ധതി അതിൽ ഉൾപ്പെടുന്ന പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ പാഠകിതാബുകൾ പ്രത്യേകമായി അച്ചടിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മളൊരു സ്വകാര്യ ഏജൻസി എന്ന നിലയ്ക്ക് അങ്ങനെ പാഠപുസ്തകങ്ങളും പാഠകിതാബുകളും അച്ചടിച്ച് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. കാരണം ഈ കിതാബിൻ്റെ ഉപഭോക്താക്കൾ ഇവിടെ പഠിക്കുന്ന 80 കുട്ടികൾ, ഓരോ ക്ലാസ്സിലും 80 കുട്ടികളുണ്ടാവും, 2 ഡിവിഷൻ. അപ്പോൾ അത്ര കുറഞ്ഞ കോപ്പികൾ ഈ പ്രസ്സുകളിലൂടെ അച്ചടിച്ച് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്, നമ്മളൊരു സ്വകാര്യ ഏജൻസി ആയതുകൊണ്ടും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഇല്ലാതായതുകൊണ്ടും
അത് പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് താൽക്കാലിക സംവിധാനങ്ങളിലൂടെയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ഗ്രന്ഥങ്ങൾ, നേരത്തെ വിരചിതമായ ഗ്രന്ഥങ്ങളുടെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ ആദ്യന്തം എന്നൊക്കെ നിർണ്ണയിക്കപ്പെട്ടുകൊണ്ടാണ് സിലബസ് ആവിഷ്കരിച്ചിരുന്നത്. ഉദാഹരണം മഹല്ലി, അല്ലെങ്കിൽ മിഷ്കാത്ത്, അല്ലെങ്കിൽ ബുഖാരി, അല്ലെങ്കിൽ തുഹഫ, ഇതൊക്കെ നേരത്തെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഗ്രന്ഥങ്ങളാണ്. അതിൽ ചില കിതാബുകളൊക്കെ മുഴുവനായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തപ്പെട്ടിരുന്നു. ചിലതൊക്കെ ഭാഗികമായിട്ടാണെങ്കിലും ആ കിതാബുകൾ അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ അച്ചടിക്കപ്പെട്ട് ലഭ്യമാകുന്ന ഗ്രന്ഥങ്ങൾ വാങ്ങിയാണ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് വന്നിരുന്നത്. അറബ് രാജ്യങ്ങളിലൊക്കെയുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഇസ്ലാമിക സിലബസിലൊക്കെ ഉള്ള ഭാഗങ്ങൾ, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ആനുകാലികമായി വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെർട്ടുകളിലൂടെയാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. അതും നമ്മൾ ആശ്രയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ദാറുൽ ഹുദ അതിൻ്റെ പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയത്. ഈ പാഠ്യപദ്ധതിക്ക് രൂപം നൽകപ്പെട്ടപ്പോൾ തന്നെ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ, വിയോജിപ്പ് പ്രകടമാക്കിയ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാരിൽ തന്നെ. അതവിടെ ഇങ്ങനെ കിതാബൊന്നും ശരിക്കും പഠിക്കണില്ല, അല്ലെങ്കിൽ മഹല്യ മുഴുവനും ഓതണില്ല, തുഹഫ മുഴുവൻ ഓതണില്ല, മിഷ്കാത്ത് മുഴുവൻ ഓതണില്ല എന്നൊക്കെയുള്ള പരാതികളായിരുന്നു. അത് കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ എന്ന് പറഞ്ഞ മാതിരി അത് ആരോപകന്മാർ ആരോപിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മിക്ക ദർസുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങളിൽ ആണ് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. തുഹഫ 10 വേളയുണ്ട്. 10 വേളയും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല ദർസിൽ. മഹല്ലി എന്ന് പറയപ്പെടുന്ന കൻസുർ റാഗിബീൻ എന്ന 4 വേളയുള്ള ഫിഖഹിൻ്റെ കിതാബ് 4 വേളയും എല്ലാവരും ഓതലില്ല, പഠിക്കാറില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ. ആയിരക്കണക്കിന് ഹദീസുകളുള്ള മിഷ്കാത്തുൽ മസാബിഹും അങ്ങനെ തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ ഉസ്താദിൻ്റെ താല്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റിയിലോ മറ്റേതെങ്കിലും ഉസ്താദന്മാരുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പാഠ്യപദ്ധതി തയ്യാറാക്കാൻ ദർസിൽ ഒരു കമ്മിറ്റി ചില സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഉസ്താദന്മാർ, അതിലുള്ള മെമ്പർമാരായ ഉസ്താദന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് നടത്തപ്പെട്ടിരുന്നത്. ദാറുൽ ഹുദയിലാണെങ്കിൽ പാഠ്യപദ്ധതികൾ വളരെ ലിമിറ്റഡാണ്, നിയന്ത്രിതമാണ്. ഒരു കൊല്ലത്തിനുള്ളിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കണം. അപ്പോൾ ഫിഖ് എന്ന ഒരു കിതാബിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഒരു ക്ലാസ്സിൽ പഠിക്കാൻ കഴിയില്ല. ഫത്വൽ മുഈൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 2-3 കൊല്ലങ്ങളിലായി നിശ്ചിത പീരീഡുകളിലൂടെയാണ് ഫത്വൽ മുഈൻ ഉദാഹരണം പഠിപ്പിക്കപ്പെട്ടിരുന്നത്. ഈ പാഠ്യപദ്ധതിക്കുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ ചില ആളുകളൊക്കെ അതിൽ ആരോപകന്മാരുടെ ആരോപണങ്ങളിൽ അബദ്ധവശാൽ വീണുപോയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ സ്ഥാപനവുമായി അടുത്ത് പരിചയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പാഠ്യപദ്ധതി അടുത്ത് ബന്ധപ്പെട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ ആണ് തങ്ങളുടെ ധാരണ തിരുത്തിയത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ കാപ്പിൽ ഉമർ മുസ്ലിയാരുടെ മകൻ ഇവിടെ പഠിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇവിടുത്തെ ചില ഉസ്താദന്മാരോടും എന്നോട് തന്നെയും ഈ വിഷയകമായി സംസാരിച്ചു. ഇങ്ങനെ അവിടെ മാക്കൂലാത്തില്ല, അല്ലെങ്കിൽ മങ്കൂലാത്ത് തന്നെ മുഴുവൻ പഠിപ്പിക്കണില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കേട്ടിരുന്നു. എൻ്റെ മുഹമ്മദ് വീട്ടിൽ വരുമ്പോൾ ഞാൻ അവനെ വിളിച്ച് കിതാബ് ഓദിക്കാറുണ്ട്. ഷറഹ് തഹദീബ്, അതുപോലെ മാഖൂലാത്തിൻ്റെ കിതാബുകളൊക്കെ ഞാൻ അവനെ കൊണ്ട് നേരിട്ട് വായിപ്പിച്ച് മറ്റ് കിതാബുകളും അങ്ങനെ ചെയ്ത് എനിക്ക് ദാറുൽ ഹുദയുടെ സിലബസിനെ സംബന്ധിച്ച് വളരെ മതിപ്പ് കൂടിയിരിക്കുകയാണ് എന്നാണ് കാപ്പുൽ ഉമർ മുസ്ലിയാർ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരു ഉദാഹരണം പറഞ്ഞത്. അതേപോലെ വലിയ പ്രമുഖമായ ദർസ് നടത്തിയിരുന്ന ഒരു പണ്ഡിതനായിരുന്നു പൊന്മള ഫരീദ് മുസ്ലിയാർ. ദർസി രംഗത്ത് കേരളത്തിലെ വളരെ പ്രശസ്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രഗത്ഭരായ ശിഷ്യന്മാർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ദീനീ ദർസി സേവനങ്ങൾ ചെയ്തു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആദ്യകാലങ്ങളിൽ ഇവിടെ ഒരു പരീക്ഷാ ബോർഡ് ഉണ്ടായിരുന്നു. ആ പരീക്ഷാ ബോർഡിൽ ഈ ഫരീദ് മുസ്ലിയാർ മെമ്പറായിരുന്നു. അങ്ങനെ ദർസിയായ കിതാബുകൾ, വിഷയങ്ങൾ, ഫിഖഹിയായ വിഷയങ്ങളൊക്കെയാണ് ഫരീദ് മുസ്ലിയാർ പരീക്ഷ നടത്തിയിരുന്ന വിഷയങ്ങൾ. കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കാൻ നിർബന്ധിതനായപ്പോൾ മൂപ്പരത് പരിശോധിച്ച് അതിൽ വളരെ സംതൃപ്തി രേഖപ്പെടുത്തിയ അനുഭവം ദാറുൽ ഹുദക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൂചിപ്പിക്കുന്നത് ഈ ആരോപകന്മാരുടെ ആരോപണങ്ങൾ കേവലം അധരവ്യായാമങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. അവർക്ക് ഇതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞിട്ടല്ല. ഇങ്ങനെ കുറച്ചാൾ പുതിയൊരു സംരംഭവുമായി വന്നിട്ടുണ്ടല്ലോ എന്നതിൽ അവർക്ക് ദഹനക്കേട് അനുഭവപ്പെട്ടു എന്നതായിരുന്നു കാരണം. ഏതായാലും അൽഹംദുലില്ലാഹ് ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ യുവ പണ്ഡിതന്മാർ നല്ല മുദരിസ്മാരായി സേവനം ചെയ്യുന്നവരുണ്ട്. അറബിക് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരായി, അവിടുത്തെ ഉസ്താദന്മാരായി സേവനം ചെയ്യുന്നവരുണ്ട്. ഖാദി ഖത്തീബന്മാരായി, മറ്റു വൈജ്ഞാനിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ സമർത്ഥമായി സേവനം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് സമൂഹം ഇന്ന് ദാറുൽ ഹുദക്ക് സർവാത്മന അംഗീകാരം നൽകിയിരിക്കുക. കേരളത്തിൽ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്ന ദർസിലൂടെ പുറത്തു വന്ന പണ്ഡിതന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത പലതും അൽഹംദുലില്ലാഹ് അൽഫമറ ദാറുൽ ഹുദയുടെ ശ്രദ്ധകൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള അക്ഷരശൂന്യരായ മുസ്ലിമീങ്ങൾക്ക്, നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ അല്ല, കോടിക്കണക്കിന് അത്തരം മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക ബോധവും വിശുദ്ധ ഖുർആൻ പാരായണവും
നമസ്കാരത്തിൻ്റെ രീതികളും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളുമൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അവരതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ അൽഹംദുലില്ലാഹ് ദാറുൽ ഹുദ സന്തതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിൽ അവർ സ്ഥാപിച്ച പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കുറേ പ്രാഥമിക മദ്രസകൾ സ്ഥാപിച്ചു. അതിൽ 750-ലധികം മദ്രസകൾക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ സ്വീകാര്യത കൊണ്ടാണത്. അല്ലാതെ വെറുതെ വിദ്യാഭ്യാസ ബോർഡ് അവിടെയുള്ള മദ്രസക്ക് അംഗീകാരം കൊടുക്കില്ല. മാത്രമല്ല, നിരക്ഷരരായ മുസ്ലിം സഹോദരിമാർക്ക് സവിശേഷമായ വിദ്യാലയങ്ങളിലൂടെ ഇസ്ലാമിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താൻ ദാറുൽ ഹുദ തയ്യാറാക്കി സമൂഹത്തിന് സമർപ്പിച്ച ഹുദവി പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. വിവാഹിതരായി വീട്ടിൽ കഴിയുന്ന 30, 50, 70, 75, 80 വയസ്സ് വരെയുള്ള ഉമ്മമാർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആസാമിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഹാദിയ, അവരുടെ ഭാഷയിൽ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. വയോജനങ്ങൾക്ക്, യുവജനങ്ങൾക്ക്, അതുപോലെ വിവിധ കാറ്റഗറിയിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക ബോധനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹുദവികൾ. കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള വിവിധ 10-20 രാജ്യങ്ങളിലധികം അവർ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഉദ്യോഗം വഹിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ അവർ ഇസ്ലാമിക വൈജ്ഞാനിക സേവനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ഒരു പണ്ഡിത തലമുറയെ തന്നെയായിരുന്നു ഈ 40 കൊല്ലം മുമ്പ് നമ്മുടെ നേതാക്കന്മാർ സ്വപ്നം കണ്ടത്. അള്ളാഹു അത് സാക്ഷാത്കരിച്ചു. അത് കൂടുതൽ വിപുലമായി വിശാലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഹൈദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഉസ്താദ് പറഞ്ഞു, ഇബ്തിദായി മദ്രസ കഴിഞ്ഞിട്ട് 5 കൊല്ലം മദ്രസയിൽ പഠിച്ച കുട്ടികളെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ബഷീർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മൂപ്പരയിൽ ഇടപെടുകയാണ്. 5ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടിക്ക് 10 വയസ്സായിട്ടുണ്ടാവും. 10-10.5 വയസ്സായ കുട്ടികൾ ബെഡിൽ മൂത്രമൊഴിക്കും എന്നാണ് ഉസ്താദ് ഇസ്തിദ്രാക്ക് ചെയ്യുന്നത്, അഥവാ ഇടങ്കോലിടുക പഴയ ഭാഷയിൽ പറയും. അപ്പോൾ ഹൈദ്രോസ് ഉസ്താദിൻ്റെ പ്രതികരണം, മൂത്രമൊഴിച്ചാൽ കഴുകി നന്നാക്കണം എന്നല്ലേ ഉള്ളൂ, മൂത്രമൊഴിച്ച പ്രശ്നമില്ലല്ലോ. സഹായകമായി ബാപ്പുട്ടി ഇതിൻ്റെ ഒക്കെ പോയിന്റുകൾ കുറിച്ച് വെക്കും. അദ്ദേഹം സിഗരറ്റ് വലിച്ചിരുന്ന ആളാണ്. സിഗരറ്റ് ശൂന്യമായാൽ പിന്നെ ആ പെട്ടി അദ്ദേഹം 2ആയിട്ട് ചീന്തിട്ട് ചെറിയ പീസാക്കിയിട്ട് പോക്കറ്റിൽ സൂക്ഷിക്കും. യോഗം കൂടുമ്പോൾ അതിൻ്റെ സിഗരറ്റ് പാക്കറ്റിൻ്റെ 1, 2, 3 ഒക്കെ പീസുകൾ പുറത്തെടുത്തിട്ട് അതിലിങ്ങനെ നോക്കിയിട്ടാണ് പോയിന്റ് പറയാം. കുറിച്ച് വെച്ചിട്ടുണ്ടാകും അദ്ദേഹം, ഇന്ന പോയിന്റ്, ഇന്ന വിഷയം ചർച്ച ചെയ്യണം, ആ ചർച്ച ഏത് വഴിക്ക് നീക്കണം എന്നുള്ള സൂചനകളും ചിലപ്പോൾ അതിലുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അതിൽ ചർച്ചയിൽ വ്യാപൃതരാകും. അങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ദാറുൽ ഹുദക്ക് റിസീവർമാരില്ല, ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. ഒരു റിസീവർക്ക് ഒരു 10 റുപ്യ 25 റുപ്യ കമ്മീഷൻ കൊടുത്ത ചരിത്രം ദാറുൽ ഹുദക്ക് ഇല്ല. മറ്റു പല സ്ഥാപനങ്ങളും നടക്കുന്നത് റിസീവർമാരെ കൊണ്ടാണ്. റിസീവർമാർ ഒന്നായി രാജിവെച്ച് പോയാൽ അവിടെ സ്ഥാപനം പൂട്ടേണ്ടി വരും. പല സ്ഥാപനങ്ങളുടെ അവസ്ഥ. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ദാറുൽ ഹുദ ഈ 40 കൊല്ലം നടന്നു വന്നത് ഈ തവക്കുലിൻ്റെ ബലമാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഈ അസഹനീയത തോന്നിയ വടക്കുന്ന് വന്നൊരു ഉസ്താദ് ചോദിച്ചു, എന്താ ഉസ്താദ് ഇത്ര വലിയ വാശി അതിൽ? മുത്തുനബിൻ്റെ പള്ളിയിൽ ഓതിയപ്പോൾ അബൂ ഹുറൈറയ്ക്ക് എത്ര വയസ്സായിരുന്നു എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അബൂ ഹുറൈറയ്ക്ക് വയസ്സ് കുറേ ആയിരുന്നു, പക്ഷേ മുത്തുനബിൻ്റെ പള്ളിയിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യണതിന്, രജിസ്റ്റർ ചെയ്യണതിന് പ്രായപരിധി ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രായപരിധി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ അതനുസരിച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞു.